കാർഷിക മേഖലയിൽ വളരെ ശ്രദ്ധേയമായ മാറ്റമാണ് ക്ഷീരവികസന രംഗം കാഴ്ചവെക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒട്ടനവധി കർഷകരാണ് ഇന്ന് പശുപരിപാലനത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. പശുപരിപാലനത്തിലെ ചെലവും വിപണന മേഖല ഉയർത്തുന്ന വെല്ലുവിളികളുമാണ് മിക്ക കർഷകരെയും പ്രതിസന്ധിയിലാക്കുന്നത്. ഇവിടെ സ്വന്തമായ പശുപരിപാലന രീതികൾ അവലംബിച്ചുകൊണ്ട് മികച്ച കാർഷിക വിജയം നേടിയിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ വാഴൂരിലുള്ള കെ സാബുവും കുടുംബവും. സാബുവിന്റെ പശുപരിപാലന രീതി അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ കൃഷിദർശൻ. പ്രഭാതം മുതലേ സ്വന്തം അടുക്കളയിലേക്ക് പാല് കാത്തിരിക്കുന്ന മലയാളിക്ക് സ്വന്തം സംസ്ഥാനത്തിന് ആവശ്യമായ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം ശരാശരി 85 ലക്ഷം ലിറ്റർ പാലിന്റെ ഉപഭോഗം നടക്കുന്ന സംസ്ഥാനത്ത് ശരാശരി 6 ലക്ഷം ലിറ്റർ പാലിന്റെ ഉൽപ്പാദനമേ നടക്കുന്നുള്ളൂ എന്നാണ് കണക്ക്. അതുകൊണ്ടുതന്നെ പച്ചക്കറിക്കെന്ന പോലെ പശുവിൻ പാലിനും നമുക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. മലയാളിയുടെ സാമ്പ്രദായിക ജീവിതത്തിന്റെ ഭാഗമായി വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലെ നാടൻ പശുക്കൾ ചുരത്തുന്ന പാൽ വീട്ടാവശ്യത്തിനും അയൽ വീടുകളിലെ ആവശ്യത്തിനും ധാരാളമായിരുന്നു. എന്നാൽ കാലമാറ്റങ്ങൾക്കനുസരിച്ച് പശു വളർത്തൽ ആദായകരമായ ഒരു തൊഴിൽ സംരംഭം എന്ന നിലയിൽ മാറിയതോടെ പ്രതിസന്ധികളും ഉടലെടുത്തു. പരിപാലനത്തിലെ ഏറിയ ചിലവും പാൽ വിപണിയിലെ വിലക്കുറവുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സഹായ പദ്ധതികളും മറ്റും മൂലം ഇന്ന് സംസ്ഥാനത്തെ ക്ഷീരകർഷകർ തങ്ങളുടെ മേഖലയെ ഏറെ പ്രത്യാശയോടെ നോക്കിക്കാണുന്നു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായില്ലെങ്കിലും ക്ഷീരമേഖലയിൽ ഒരു വ്യാവസായിക അടിത്തറ തീർക്കാൻ നമ്മുടെ ക്ഷീരകർഷകർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ നേട്ടം കൈമുതലാക്കിയ ക്ഷീരകർഷകനാണ് കോട്ടയം വാഴൂരിലെ കൊടുങ്ങൂർ കോലമ്മാക്കൽ വീട്ടിൽ കെ സാബു. മരം വെട്ട് ജോലിയിൽ ഏർപ്പെട്ടു പോന്നിരുന്ന സാബുവിനെ ഒരു മരം ചതിച്ചതോടെ ജീവിത പ്രതീക്ഷകൾ ഇരുളടയുകയായിരുന്നു. നീണ്ട 2 വർഷം കിടക്ക തന്നെയായിരുന്നു ശരണം. തൊഴുത്തിലെ ഒരു പശുവിൽ നിന്നുമുള്ള പാൽ വിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന നാമമാത്രമായ വരുമാനവും പത്നി സുധയ്ക്ക് ഒരു റെഡിമെയ്ഡ് കടയിൽ നിന്നും നൽകിപ്പോന്നിരുന്ന തുച്ഛമായ പ്രതിഫലവും മാത്രമായിരുന്നു സാബുവിന്റെ കുടുംബത്തിന്റെ ഏക വരുമാനം. രോഗവിമുക്തനായി ശാരീരിക ക്ഷമത വീണ്ടെടുത്ത സാബു ഒരു പിക്കപ്പ് വാൻ വാങ്ങി കന്നുകാലി കച്ചവടക്കാരുടെ ഓട്ടം മുഖ്യമായി ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമം ആരംഭിച്ചു. നല്ലയിനം പശുക്കളുടെ പരിപാലനത്തിലൂടെ മെച്ചപ്പെട്ട ആദായം നേടാൻ കഴിയുമെന്നുള്ള കച്ചവടക്കാരുടെ ചർച്ചയിൽ ശ്രോതാവായിരുന്ന സാബു ഒത്തുകിട്ടിയ ഒരു സങ്കരയിനം പശുവിനെ തന്റെ തൊഴുത്തിലേക്ക് എത്തിച്ചു. അതിന്റെ കറവ വറ്റവേ പുതിയ 2 പശുക്കൾ കൂടി സാബുവിന്റെ തൊഴുത്തിലെത്തി. അവയുടെ പാൽ അടുത്തുള്ള വീടുകളിലും കടകളിലുമൊക്കെ എത്തിച്ചു. അതോടെ സാബുവിന്റെ ജീവിതത്തിലും പ്രത്യാശയുടെ പുതുവെളിച്ചം പരക്കുകയായിരുന്നു. തുടർന്ന് തൊഴുത്തിൽ പശുക്കളുടെ എണ്ണം കൂടി. 5 സങ്കരയിനം പശുക്കൾ തൊഴുത്തിലെത്തവേ സാബു സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ മിൽക്ക് ഷെഡ് വികസന പദ്ധതിയുടെ ഉപഭോക്താവായും മാറി. പദ്ധതി അനുസരിച്ചുള്ള ധനസഹായം ലഭ്യമായതോടെ തൊഴുത്തിന്റെ വികസനം, തീറ്റപ്പുല്ലു കൃഷി തുടങ്ങിയവയും സാബു നടപ്പാക്കി. സാബുവിന്റെ പശുക്കൾ ചുരത്തുന്ന പാൽ കൊടുങ്ങൂർ ക്ഷീരസഹകരണ സംഘത്തിലേക്കും നൽകി തുടങ്ങി. ഇതോടെ കൊടുങ്ങൂർ ഗ്രാമത്തിലെ മികച്ച ക്ഷീരകർഷകൻ എന്ന നിലയിലേക്ക് തന്റെ ജീവിത പുരോഗതിയുടെ ധവളശോഭ പകരുകയായിരുന്നു. ഇന്ന് ഹോൾസ്റ്റീൻ ഫ്രഷ്, ജെഴ്സി ഇവയുടെ സങ്കരയിനം അടക്കം 17 പശുക്കളും ഒരു എരുമയുമാണ് സാബുവിന്റെ തൊഴുത്തിൽ നിരയിടുന്നത്. ഇളങ്കറവയും ഇടക്കറവയുമായി 15 എണ്ണം. പ്രതിദിനം ശരാശരി 260 ലിറ്റർ പാൽ സാബുവിനായി ഇവ ചുരത്തുന്നു. സാബു എങ്ങനെയാണ് പശു വളർത്തലിലേക്ക് എത്തിയത്? ഞാൻ ആദ്യകാലത്ത് എനിക്ക് തടിപ്പണിയായിരുന്നു. അത് കഴിഞ്ഞൊരു ചെറിയ അപകടം ഉണ്ടായി. അപകടത്തിലൂടെ പിന്നെ പണിക്ക് പോകാൻ മേലെ വന്നപ്പം വണ്ടി എടുത്തു കഴിഞ്ഞ് വണ്ടിക്ക് ഓട്ടോയിലാണ് വന്നപ്പോഴത്തേന് 2 പശുവിനെ മേടിച്ചു. അത് കഴിഞ്ഞ് 3 ആയി. അത് കഴിഞ്ഞ് സ്കീം വഴി 5 എണ്ണം കിട്ടി. അങ്ങനെ 5 നേരം 9 എണ്ണം ആക്കി. പിന്നെ ഇങ്ങനെയാണ് ഓരോന്നിനും എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നത്. ഏതൊക്കെ ഇനം പശുക്കളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്? നമുക്ക് എച്ച് എഫ്, ജേഴ്സി, ബ്രൗൺ പശു, അങ്ങനെ 3 ഇനങ്ങളാണ് ഇപ്പം നമുക്കുള്ളത്.
നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത് 2 ഉള്ളൂ. ആദ്യ കാലത്ത് 2 മേടിച്ചു. അത് കഴിഞ്ഞ് ശേഷം തമിഴ്നാടിന് പോയി മേടിക്കാൻ തുടങ്ങി. ഇപ്പം HF പശുവാണ് കൂടുതലുള്ളത്. നമുക്കിപ്പം 17 പശുക്കളുണ്ട്. പ്രഭാതം മുതൽ തന്നെ സാബുവിന്റെ പശു പരിചരണവും ആരംഭിക്കുന്നു. പശുക്കൾക്ക് സംഗീതം ആസ്വദിക്കുവാൻ കഴിവുണ്ട് എന്നാണ് സാബുവിന്റെ പക്ഷം. അതിനായി തൊഴുത്തിൽ മ്യൂസിക് സിസ്റ്റവും സജ്ജീകരിച്ചിരിക്കുന്നു. സംഗീതം ആസ്വദിച്ചുകൊണ്ടാണ് സാബുവിന്റെ പശുക്കൾ ഉറക്കമുണരുക. ഈ പാട്ടിടുന്നതിന്റെ പ്രത്യേകത എന്താണ്? പാട്ടിടുന്നതിൻ്റെ പ്രത്യേകത അതൊരു പ്രത്യേക ഒരു ഹോർമോണാണ്. കാരണം പാട്ടിടുമ്പോഴെല്ലാം നമ്മൾ തയ്യാറാകണം എന്നുള്ള രീതിയിലാണ് എല്ലാത്തിൻ്റെയും എഴുന്നേക്കിച്ച് നിൽപ്പും. കാരണം നമ്മൾ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചെയ്യുന്നത് പാട്ടിടുവാണ്. പശുവിന് പാട്ട് ഇഷ്ടമാണ്. അത് നമ്മൾ പാട്ടിടുമ്പോൾ അതിങ്ങനെ ചെവി പറഞ്ഞിരിക്കും, നമുക്ക് തന്നെ കാണാം. അതാണ് അതിൻ്റെ സത്യം. തൊഴുത്ത് വൃത്തിയാക്കലും പശുവിനെ കുളിപ്പിക്കലുമൊക്കെ പ്രഭാതത്തിൽ തന്നെ നടക്കുന്നു. തൊഴുത്തിലെ വൃത്തി പശുക്കളുടെ രോഗബാധയെ അകറ്റുമെന്നുള്ളതിനാൽ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് സാബു ഇവിടെ ഏറെ പ്രാധാന്യം നൽകുന്നു. തമിഴ്നാട്ടിൽ നിന്നും മറ്റും എത്തുന്ന പശുക്കളിൽ കേരളത്തിൽ കണ്ടുവരാത്ത പല രോഗങ്ങളും കണ്ടുവരുന്നുണ്ടെങ്കിലും തൊഴുത്തിലെ ശുചീകരണത്തിലൂടെ അവയെ തടയാനാകുമെന്നാണ് സാബുവിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നുവരത്തക്ക രീതിയിലാണ് സാബു തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. തന്റെ പുരയിടത്തിലുള്ള റബ്ബർ മരങ്ങളുടെയും ഇതര മരങ്ങളുടെയും തണൽ തൊഴുത്തിനുള്ളതിനാൽ തൊഴുത്തിനുമേൽ ഒരു കുളിർമ നിലനിർത്താനാകും. തറയിൽ ജലം കെട്ടി നിൽക്കുകയോ ഈർപ്പം നിലനിൽക്കുകയോ ചെയ്താൽ രോഗബാധയ്ക്ക് സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണമെന്നാണ് സാബുവിന്റെ അഭിപ്രായം. പശുക്കൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുന്നതിനായി താനെ നിറയുന്ന ബൗളുകളും സ്ഥാപിച്ചിരിക്കുന്നു. കൊതുകിന്റെയും ഈച്ചയുടെയും ശല്യം ഒഴിവാക്കുന്നതിനായുള്ള പ്രതിരോധ സംവിധാനവും തൊഴുത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഈ പശുക്കളുടെ പരിപാലന രീതി എങ്ങനെയാണ്? പരിപാലന രീതി രാവിലെ നമ്മൾ ആദ്യമേ എഴുന്നേറ്റ് തന്നെ ചാണകം വരും. അത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പെല്ലറ്റ് കൊടുത്ത് കറക്കും. കറവ് കഴിഞ്ഞിട്ട് പുല്ല് കൊടുക്കും രാവിലത്തെ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ കുളിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് കുളിപ്പിക്കും. മെഷീൻ വെച്ച കറവ പെല്ലറ്റ് കൊടുത്താണ് കറക്കുന്നത്. തൊഴുത്തിന്റെ നിർമ്മാണത്തിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് സാബു സ്വീകരിച്ചിരിക്കുന്നത്? തൊഴുത്തിൻ്റെ നിർമ്മാണത്തിൽ കൂടുതലും തൊഴുത്തിന് കാറ്റ് കയറി ഇറങ്ങി പോകണം. കുറഞ്ഞത് 15 അടി പൊക്കമെങ്കിലും കൂടിന് തൊഴുത്തിന് വേണം. രണ്ടാമത് ഫാൻ വേണം. മൂന്നാമത് ചൂലിനടിച്ച് തന്നെ കൂട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ വണ്ടി എയറടിച്ച് കളയാനുള്ള സൗകര്യം വേണം. വെള്ളം ഒട്ടും കൂട്ടിക്കിടക്കാൻ പാടില്ല. കൂട്ടിക്കിടന്നാൽ അടിവീക്കം ഉറപ്പാണ്. ദിവസവും 2 നേരമാണ് പശുക്കൾക്ക് ആഹാരം നൽകുക. കമ്പോളത്തിൽ നിന്നും ലഭിക്കുന്ന കാലിത്തീറ്റയ്ക്കൊപ്പം പരുത്തിപ്പിണ്ണാക്കും ഗോതമ്പ് തവിടും ചേർത്ത് വെള്ളത്തിൽ കലക്കിയെടുക്കുന്ന മിശ്രിതമാണ് പശുക്കളുടെ പ്രധാന ഖര ആഹാരം. CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലും നാടൻ പുല്ലും നാരാഹാരമായും പശുക്കൾക്ക് കൊടുക്കുന്നു. പശുക്കൾക്കായി പാട്ടത്തിനെടുത്ത 1 ഏക്കർ സ്ഥലത്ത് CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ല് കൃഷിയും സാബു ചെയ്തു പോരുന്നു. പശുവിന് കൊടുക്കുന്ന തീറ്റയെക്കുറിച്ച് പറയും. പശുവിന് കൊടുക്കുന്നത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് കൊടുക്കുന്നത്. പരുത്തിപ്പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട്, തവിട് കൊടുക്കുന്നുണ്ട്, കേരള പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് 3-4 കൂട്ടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ
പുല്ല് നാടൻ പുല്ല് കൊടുക്കുന്നുണ്ട്. പിന്നെ CO3 പോതയുണ്ട്, നമ്മുടെ കച്ചിയുണ്ട്. ഇതിനൊക്കെ കൊടുക്കുന്ന സമയം രാവിലെ മുതൽ ഈ കുടി കൊടുത്തിട്ടാണ് പശുവിനെ കറക്കുന്നത്. കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുടി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ ഉടനെ വൈക്കോൽ കൊടുക്കും. വൈക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ CO3 പോതയോ നാടൻ പുല്ലോ കൊടുക്കും. പശുക്കളുടെ കറവയ്ക്കായി സാബു കറവയന്ത്രം ഉപയോഗിക്കുന്നു. വൈദ്യുതിയില്ലാത്തപ്പോൾ കറവയന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് ജനറേറ്റർ സംവിധാനവും തൊഴുത്തിലുണ്ട്. കറവയുടെ രീതിയെക്കുറിച്ച് ഒന്ന് പറയൂ. കറവയുടെ രീതി നമ്മൾ ആദ്യമേ കറവ മെഷീൻ കഴുകണം. കറവ മെഷീൻ കഴിഞ്ഞിട്ട് കുടി കൊടുക്കുക. കുടി കൊടുത്തതിന് ശേഷം മെഷീൻ വെക്കുക. ആ മെഷീൻ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാല് പോരുന്ന നമുക്ക് രീതി അറിയാം. ആ പാൽ രീതി പോകുന്ന കഴിഞ്ഞാൽ മെഷീൻ ചെറുതായിട്ട് അമർത്തി കൊടുക്കണം. അമർത്തി കൊടുത്തതിന് ശേഷം ഒരു കൈക്ക് കറന്നാൽ 200 മില്ലി പാലും കൂടെ മെഷീനിൽ നിന്ന് നമുക്ക് കൈ കൊണ്ട് കറന്നാൽ കിട്ടും. കാരണം ഫുൾ പാല് പോരത്തില്ല. ഒരു 200 മില്ലി പാല് മടിയെ കിടക്കും, കാമ്പേ കിടക്കും. 4 കാമ്പയിലും കൂടെ 200 മില്ലി പാല് നമുക്ക് കിട്ടും. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും പ്രത്യേക ശ്രദ്ധയും സഹായവും സാബു എന്ന ഈ ക്ഷീരകർഷകൻ ഉള്ളതിനാൽ തന്റെ പശു വളർത്തൽ മേഖല വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് സാബു. വാഴൂർ വെറ്റിനറി ഹോസ്പിറ്റലിലെ വെറ്റിനറി സർജൻ ഡോക്ടർ കൃഷ്ണ കിഷോർ നമ്മോടൊപ്പം സാബുവിൻ്റെ തൊഴുത്ത് സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്തെല്ലാം സഹായങ്ങളും നിർദ്ദേശങ്ങളുമാണ് സാബുവിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നതെന്ന്. സാബുവിൻ്റെ പ്രധാനമായിട്ടും മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് ചികിത്സയും രണ്ടാമത്തെ ശരിയായിട്ടുള്ള മാനേജ്മെൻറ്റുമാണ്. മാനേജ്മെൻറ്റിനാണ് കൂടുതൽ പ്രസക്തിയുള്ളത്. കാരണം അസുഖങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റ് ശരിയായ രീതിയിൽ നടക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വലിയ പ്രസക്തി വരുന്നില്ല. എങ്കിൽ പോലും ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും പശുക്കളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ പശുവിനെ കൊണ്ടുവന്നിട്ടുള്ള സ്ഥിതിക്ക് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരുന്ന പല ഡിസീസസും ഇവിടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ട്രീറ്റ്മെൻറ്റിലൂടെ പരിഹരിക്കാനും ഫാം ഏറെക്കുറെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും ഇപ്പോൾ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നതും പൊതുവെ കർഷകർക്ക് ഒരു പ്രശ്നക്കാരനായിരിക്കുന്നതായ ഒരു അസുഖമാണ് മാസ്റ്റൈറ്റിസ് അഥവാ അകിട് വീക്കം എന്ന് പറയുന്നത്. അത് ഏതു തരത്തിലുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ പോലും അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ കൃത്യസമയത്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം. അകിട് വീക്കം പോലെയുള്ള അസുഖം 15-20 ലിറ്റർ പാല് തരുന്ന പശുവിനെ അസുഖം കണ്ട് വളരെയധികം താമസിച്ചാണ് ചികിത്സിക്കുന്നതെങ്കിൽ പാലിൻ്റെ ഉൽപ്പാദനം എത്ര നല്ല ചികിത്സ കൊടുത്താലും വളരെയധികം കുറഞ്ഞേ കിട്ടുകയുള്ളൂ. അതേസമയം അസുഖം തുടങ്ങി ഒരു 3-4 മണിക്കൂറിനകം ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ 4-5 ദിവസത്തിനുള്ളിൽ പഴയ പാല് തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് സാബു നമ്മുടെ ഈ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ഏറ്റവും അധികം ഉൾക്കൊണ്ടു എന്നുള്ളതിൽ നിന്നുള്ളൊരു പ്രധാന സംഗതിയായിട്ട് ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ചികിത്സകൾക്കെല്ലാം തന്നെ കൃത്യമായ ഒരു സമയക്രമം പാലിക്കുകയും അല്ലെങ്കിൽ ഒട്ടും തന്നെ താമസം വരാതെ സ്വന്തം നിലയിലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ കെട്ടുകഴിവിയിലുള്ള ചികിത്സകളോ ഒന്നും ചെയ്യാതെ വാഴൂർ മൃഗാശുപത്രിയെ സന്ദർശിക്കുകയും അവിടെ നിന്ന് വേണ്ട ചികിത്സാ രീതികളെല്ലാം അദ്ദേഹം വേണ്ടവണ്ണം തന്നെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം. ഭർത്താവിന്റെ വീഴ്ചയ്ക്കും ഉയർപ്പിനും സാക്ഷിയായി നിന്ന് ജീവിതത്തിന്റെ കയ്പും മധുരവും അനുഭവിച്ച ഭാര്യ സുധ സാബുവിന്റെ പശുപരിപാലന പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമാണ്. പഠനവേളകൾക്കിടയിൽ ലഭിക്കുന്ന സമയങ്ങളിൽ മകൻ അക്ഷയും ഇതിൽ കൂട്ടുചേരുന്നു. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ സമയോചിതമായ സഹായ സഹകരണങ്ങളാണ് സാബുവിന്റെ വിജയത്തിലെ ഒരു പ്രധാന ഘടകം. എന്തെല്ലാം സഹായങ്ങളാണ് സാബുവിന് കൊടുക്കുന്നതെന്ന് വാഴൂർ ക്ഷീരവികസന ഓഫീസർ വിജി വിശ്വനാഥിനോട് ചോദിക്കാം.
ക്ഷീരവികസന വകുപ്പിൻ്റെ മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2013-14 5 പശു യൂണിറ്റോടുകൂടിയാണ് സാബു ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നീട് സാബുവിൻ്റെ പശുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി സാബുവിന് ധനസഹായങ്ങൾ നൽകി. മിൽക്കിംഗ് മെഷീനുള്ള ധനസഹായം, കൂടാതെ ജനറേറ്റർ സ്ഥാപിക്കുന്നതിനുള്ള ധനസഹായം എന്നിവ വകുപ്പിൻ്റെ വിവിധ പദ്ധതികളിലൂടെയാണ് നമ്മൾ നൽകിയത്. വീണ്ടും വകുപ്പിൻ്റെ തീറ്റ പുൽകൃഷി വികസന പദ്ധതിയിലൂടെ ഏകദേശം 70 സെൻറ്റ് സ്ഥലത്ത് പുൽകൃഷി ചെയ്യുന്നതിനുള്ള ധനസഹായം നമ്മൾ നൽകി. ഒപ്പം ഈ സാബുവിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും, അതായത് ആദ്യം മുതൽ തന്നെ ഇപ്പോൾ വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വിവിധ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകുന്നതിന് വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. സാബുവിനെ പോലുള്ള സാധാരണക്കാരായ കർഷകരെ ഉപജീവനത്തിന് വേണ്ടി ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് സഹായങ്ങൾ നൽകുക എന്നത് തന്നെയാണ് ക്ഷീരവികസന വകുപ്പിൻ്റെ ലക്ഷ്യം ആയി തന്നെ കാണുന്നത്. ക്ഷീരമേഖലയെ സംബന്ധിച്ചിടത്തോളം സാബുവിനെ പോലുള്ള കർഷകരെ ഒരു മാതൃകയായിട്ട് നമുക്ക് ഉയർത്തിക്കാട്ടാവുന്നവരാണ്. കാരണം സ്വന്തമായ അധ്വാനം മാത്രമാണ് അവർക്ക് ഈ മേഖലയിൽ അവരൊരു കൈമുതലായിട്ട് വയ്ക്കുന്നത്. തൊഴുത്തിനോട് ചേർന്ന് തയ്യാറാക്കിയ വിശാലമായ ടാങ്കിലാണ് ചാണകം ശേഖരിക്കുക. തൊഴുത്തിലെ ഗോമൂത്രവും കഴുകിയൊഴുക്കുന്ന ജലവും പൊളിത്തീൻ പൈപ്പ് വഴി ബയോഗ്യാസ് പ്ലാന്റിലേക്ക് എത്തുന്നു. സാബുവിന്റെ വീട്ടിലെ പാചകം പൂർണ്ണമായും നടക്കുന്നത് ചാണകവാതകം കൊണ്ടുതന്നെ. ചാണകം നല്ല വെയിൽ കൊള്ളിച്ച് ഉണക്കി പൊടിച്ച് ആവശ്യക്കാർക്ക് വിറ്റുപോരുന്നു. രണ്ട് 10-200 ലിറ്റർ പാലൊക്കെ സംഘത്തിൽ രാവിലെ കൊണ്ടിരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യക്കാർക്ക് കടകളിലും അതുപോലെ അത്യാവശ്യ ആളുകൾക്ക് കുറച്ചൊക്കെ കൊടുക്കും. പിന്നെ ഈ പശുവിനെ അദ്ദേഹം വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ വെളിയിൽ നിന്ന് നല്ല പശുവിനെ കൊണ്ടുവരും. തമിഴ്നാട്ടിൽ നിന്നും കട്ടപ്പന ഇവിടെ നിന്നൊക്കെ നല്ല പശുവിനെ ഇവിടെ കൊണ്ടുവന്ന് ലാഭമില്ലാതെ കർഷകർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തെ പറ്റി പറയാൻ. ഈ സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്നത് ഇതാണ്. പാൽ വിൽപ്പനയിലൂടെ തന്നെ മാസം 1,00,000-ലേറെ വരുന്ന വരുമാനം. ചാണകം വിറ്റും മൂരിക്കിടാങ്ങളെ വിറ്റും കിട്ടുന്ന ആദായം വേറെ. മക്കളുടെ പഠനം, ബാങ്ക് വായ്പയുടെ തിരിച്ചടയ്ക്കൽ, വീട് നന്നാക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിർവിഘ്നം നടന്നുപോരുന്നു. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആദായം തനിയെ വന്നെത്തുമെന്ന് സാബു എന്ന ഈ ക്ഷീരകർഷകൻ തന്റെ ജീവിത വഴിയെ സാക്ഷ്യമാക്കി പറയുന്നു. എൻ്റെ വീട്ടിൽ വന്ന് പാല് വാങ്ങിക്കുന്നുണ്ട്, പിന്നെ ഞാൻ കടകളിൽ പാല് കൊടുക്കുന്നുണ്ട്. ബാക്കി പാല് വരുന്നത് സ്റ്റോറി കൊടുക്കുന്നുണ്ട്, ക്ഷീരവികസന വകുപ്പിൻ്റെ സ്റ്റോറി കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാൽ അളന്നതിന് 3 വർഷമായിട്ട് എനിക്കാണ് ഇത് കിട്ടുന്നത്. ദിവസം എത്ര ലിറ്റർ പാല് കൊടുക്കുന്നുണ്ട്? രാവിലെ സ്റ്റോറിൽ ഒരു 120 ലിറ്റർ പാല് സ്റ്റോറി കൊടുക്കുന്നുണ്ട്, കടകളിൽ ഒരു 80 ലിറ്റർ കൊടുക്കുന്നുണ്ട്. വൈകുന്നേരത്തെ പാല് സ്റ്റോറി കൊടുക്കുന്നുണ്ട്, 80 ലിറ്റർ പാല് വൈകുന്നേരം. 80, 60, 70 ലിറ്റർ ഇടയ്ക്ക് നിൽക്കും. അതുകൊണ്ട് ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആവറേജ് നമ്മുടെ വീട്ടുകാരും സുഖമായിട്ട് നടന്നുപോയി. അതുകൂടാതെ നമുക്ക് ഇത്ര എണ്ണത്തെ കൊണ്ടുവരാൻ സഹായിച്ചു. ഇത്ര എണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയണ്ടേ, ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഇത്രയും കയറി വന്നത്. ഈ പശുവിൽ നിന്ന് തന്നെയാണ് ഇത്രയും കയറി വന്നത്. വാഴൂർ ബ്ലോക്കിൽ കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ പാലളക്കുന്ന കർഷകൻ എന്ന ബഹുമതി. വാഴൂർ ബ്ലോക്കിലെ മികച്ച ക്ഷീരകർഷകനുള്ള ആത്മയുടെ ആദരവ്, ഇവയൊക്കെ തന്റെ ക്ഷീരമേഖല വികസിപ്പിക്കാനുള്ള പ്രേരണയായി സാബു കണക്കിലെടുക്കുന്നു. ഇക്കാലം അത്രയുള്ള പശു പരിപാലന രംഗത്തെ അറിവും അനുഭവവും കൊണ്ട് സാബുവിന് മറ്റ് കർഷകരോട് പറയാൻ എന്താണുള്ളത്? ഇത് നല്ലൊരു ജീവിതമാർഗ്ഗമാണ്. നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിന് നമുക്ക് ന്യായമായിട്ട് പൈസ ഉണ്ടാക്കാം, കുഴപ്പമില്ല. ജീവിക്കാനായിട്ട് നല്ലൊരു ജോലിയാണ്. പിന്നെ ഇച്ചിരി കഷ്ണം പണിയുണ്ട്. നമുക്ക് പണിയാൻ ആത്മാർത്ഥമുള്ളൊരു മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പുത്തൻ ജീവിതത്തിലെ പുതിയ മാനങ്ങൾ സാബു എന്ന ഈ ക്ഷീരകർഷകൻ കാണുകയാണ്. കാർഷിക പരിപാലനത്തെ നെഞ്ചോടു ചേർത്ത് പിടിച്ച് ജീവിതത്തോട് പൊരുതി നേടിയ ഉൾക്കരുത്ത്. ആ കരുത്തിൽ മുന്നോട്ട് കുതിക്കുന്ന ഈ കർഷക മനസ്സ് പറയുന്നത് ഒന്നു മാത്രം: കൃഷിയെ കയ്യേറ്റു വാങ്ങുക. കൃഷിയോടുള്ള ആഭിമുഖ്യവും അധ്വാനിക്കാനുള്ള കരുത്തുറ്റ മനസ്സുമാണ് സാബു എന്ന ക്ഷീര കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. ഒരു കുടുംബത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയുള്ള കാർഷിക വിജയം എന്തെന്ന് സാബുവും കുടുംബവും നമുക്ക് കാണിച്ചു തരുമ്പോൾ സമൂഹത്തിന് അത് ഉദാത്തമായ ഒരു മാതൃകയാകുകയാണ്.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുസ്ഥിര മത്സ്യകൃഷിക്ക് 20 കോടിയുടെ പദ്ധതി. റബ്ബർ ടാപ്പിംഗ് പരിശീലനം അടുത്ത ബാച്ച് ഇന്റർവ്യൂ 9-ാം തീയതി. കാർഷിക പരിസ്ഥിതിയുടെ പുനരുജ്ജീവനത്തിനായി സുസ്ഥിര മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുവാനുള്ള പദ്ധതി ആരംഭിച്ചു. മത്സ്യകൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു നെല്ലും ഒരു മീനും, വള്ളങ്ങളിൽ മത്സ്യകൃഷി, നാടൻ മത്സ്യങ്ങളുടെ സംരക്ഷണം എന്നിവയാണ് പദ്ധതിയിലെ ഘടകങ്ങൾ. ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് ഹെക്ടർ ഒന്നിന് 1,48,680 രൂപ സബ്സിഡി ലഭിക്കും. വള്ളങ്ങളിലെ മീൻകൃഷിക്ക് യൂണിറ്റിന് 18,000 രൂപയും നാടൻ മത്സ്യങ്ങളുടെ സംരക്ഷണത്തിന് പ്രത്യേക സങ്കേതങ്ങൾ തുടങ്ങുന്നതിനായി 15 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി കേരളത്തിന്റെ ബ്രാൻഡഡ് മത്സ്യമായ കരിമീനുകളുടെ വിത്തുൽപാദന യൂണിറ്റുകൾക്ക് 10,000 രൂപ സബ്സിഡി ലഭിക്കും. സംസ്ഥാനമാകെ 300ഓളം യൂണിറ്റുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അഡാക്കിന്റെ ആലപ്പുഴയിലെ മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള കിഴങ്ങുവർഗ ഇനങ്ങളുടെ നടീൽ വസ്തുക്കൾ പരിമിതമായ തോതിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നു. ഗജേന്ദ്ര, പത്മ തുടങ്ങിയ ഇനം ചേന, കാച്ചിൽ, ചേമ്പ്, മരച്ചീനി, മധുരക്കിഴങ്ങ്, കൂർക്ക, കൂവ എന്നിവയുടെ നടീൽ വസ്തുക്കളാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 25985551. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 8-ാം തീയതി മുതൽ 19-ാം തീയതി വരെ വിവിധ ക്ഷീരോൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 115 രൂപയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പരിശീലനം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9446376108. റബ്ബർ ബോർഡിന്റെ കോട്ടയം റീജിയണൽ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ടാപ്പിംഗ് പരിശീലന കേന്ദ്രത്തിലെ അടുത്ത ബാച്ചിലേക്ക് പ്രവേശനത്തിനുള്ള ഇന്റർവ്യൂ ഈ മാസം 9-ാം തീയതി രാവിലെ 9:30 പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടക്കും. പരിശീലനാർത്ഥികൾ അന്നേ ദിവസം ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ കാർഡ് സഹിതം എത്തിച്ചേരുക. വിശദമായ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 2573771. സംസ്ഥാനമൊട്ടാകെ പപ്പായ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷി വകുപ്പും ഒന്നുചേർന്ന് മേൽത്തരം പപ്പായ തൈകൾ വിതരണത്തിനെത്തിക്കുന്നു. പപ്പായ കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ ശക്തികുളങ്ങര കൃഷിഭവനിൽ പേരും ഫോൺ നമ്പരും നൽകി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047427700412. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8,400 രൂപ, കോഴിക്കോട് 9,000 രൂപ, തൃശൂർ 8,250 രൂപ. കൊപ്ര കൊച്ചി 5,755 രൂപ, കോഴിക്കോട് 5,950 രൂപ, തൃശൂർ 5,760 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 60,400 രൂപ, ഗാർബിൾഡ് 63,400 രൂപ. ചുക്ക മീഡിയം 16,750 രൂപ, ബസ്റ്റ് 18,250 രൂപ. മഞ്ഞൾ സേലം 11,100 രൂപ, ഈറോഡ് 11,300 രൂപ. അടയ്ക്ക 25,500-നും 26,500-നും മധ്യേ.
കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 8,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 8,400 രൂപ, കൊപ്ര 5,755 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 60,400 രൂപ, ഗാർബിൾഡ് 63,400 രൂപ, ചുക്ക മീഡിയം 16,750 രൂപ, ബസ്റ്റ് 18,250 രൂപ, അടയ്ക്ക പുതിയത് 20,000-നും 22,500-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 400-നും 430-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 650-നും 950-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 775 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 8,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,200 രൂപ, ഒട്ടുപാൽ 6,000 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി വീണ്ടും ദുർബലമായി. പ്രതിദിനം ശരാശരി 30 ടൺ പുതിയ കുരുമുളക് വിൽപ്പനയ്ക്കെത്തിയതോടെ ആഭ്യന്തര ആവശ്യം കുറഞ്ഞു. കാർഷിക ചെലവുകൾ മുൻനിർത്തിയാണ് ചെറുകിട കർഷകർ പുതിയ ചരക്ക് തിരക്കിട്ട് വിൽപ്പന നടത്തുന്നത്. കൊച്ചിയിൽ പുതിയ കുരുമുളക് കിലോയ്ക്ക് 589 രൂപയിലാണ്. കയറ്റുമതിക്ക് അനുയോജ്യമായ ഏലക്കയുടെ ലഭ്യത ചുരുങ്ങിയെന്നാണ് വിദേശ വ്യാപാരികളുടെ പക്ഷം. ലേലത്തിന് വലിപ്പം കൂടി, ഇനങ്ങളുടെ വരവ് മുൻമാസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു. ഇന്ന് വണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 880 രൂപയിലും ശരാശരി ചരക്ക് 583 രൂപയിലുമാണ്. മലബാർ മേഖലയിൽ ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് ഷീറ്റ് 9,175 രൂപയായി ഇടിച്ച് ചരക്ക് സംഭരിച്ചു. അതേസമയം ഹർത്താൽ മൂലം കോട്ടയം വിപണി പ്രവർത്തിച്ചില്ല. കൊച്ചിയിൽ മികച്ച ഇനം റബ്ബർ 9,200 രൂപയിലാണ്. കൊച്ചി, കോഴിക്കോട് വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡിയായി നീങ്ങിയെങ്കിലും തൃശൂർ മാർക്കറ്റിൽ വെളിച്ചെണ്ണ വില താഴ്ന്നതിന്റെ ചുവട് പിടിച്ച് കൊപ്രയും തളർന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.6, 22.7, കൊച്ചി 32.2, 23, ആലപ്പുഴ 35.6, 22.7, പുനലൂർ 35.6, 20, തിരുവനന്തപുരം 33, കുറഞ്ഞ താപനില 22.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.